ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റഡി SCERT ഫോർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായ നവകേരള സൃഷ്ടിക്കായി. വൈകുണ്ഠസ്വാമികൾ ജനിച്ച സ്ഥലം ശാസ്താംകോവിൽ, കന്യാകുമാരിയില. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവാണ്. എല്ലാ ജാതിക്കാർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ്. അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ്. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമേകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം കണ്ണമൂല, തിരുവനന്തപുരത്ത്. യഥാർത്ഥ നാമം അയ്യപ്പൻ. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രിക്കുന്നതിനുള്ള ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് ലഭിച്ചത്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കുന്നതിനു വേണ്ടി വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത നവോത്ഥാന നായകൻ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ: വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച വ്യക്തി. ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം പന്മന. ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം ചെമ്പഴന്തി, തിരുവനന്തപുരത്ത്. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിൻ്റെ പ്രധാന ലക്ഷ്യം. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത സ്ഥലം ആലുവ. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്ന് ഗുരു അഭിപ്രായപ്പെട്ട സമ്മേളനമാണ് ആലുവ സർവമത സമ്മേളനം. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. പുളികുടി, തിരണ്ടുകല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെ എതിർത്ത് നവോത്ഥാന നായകൻ. ആർഭാടവും അമിത വ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ജനങ്ങളെ ഉപദേശിച്ചു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം 1903. ഗുരുവചനങ്ങൾ: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികൾ: ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ശ്രീനാരായണ ഗുരു നടത്തിയ പ്രധാന പ്രതിഷ്ഠകൾ: അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരു അവസാനം പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട്, ആലപ്പുഴ. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് കളവൻകോട് പ്രതിഷ്ഠിച്ചത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയായിരിക്കണം എന്ന് ഗുരു അഭിപ്രായപ്പെട്ടു. അയ്യങ്കാളി ജനിച്ച സ്ഥലം വെങ്ങാനൂർ, തിരുവനന്തപുരത്ത്. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. അയ്യങ്കാളി അധസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം സ്ഥാപിച്ച വർഷം 1904. അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണ്: ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ: അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. തിരുവിതാംകൂറിൽ അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ധരിക്കുന്നതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് കല്ലുമാല സമരം. അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. വക്കം അബ്ദുൽ ഖാദർ മൗലവി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ നവോത്ഥാന നായകൻ.
ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച നവോത്ഥാന നായകൻ. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവി പാണ്ഡിത്യം നേടിയിരുന്ന ഭാഷകളാണ് മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ. മുസ്ലിം ഐക്യസംഘം സ്ഥാപിതമായ സ്ഥലം കൊടുങ്ങല്ലൂർ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാസികകളാണ് മുസ്ലിം, അൽ ഇസ്ലാം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ്. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രം സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ വർഷം 1910. സ്വദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം 1910. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന് അഭിപ്രായപ്പെട്ടു. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഈ വചനങ്ങളെല്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ജനിച്ച സ്ഥലം ഇരവിപേരൂർ, തിരുവല്ലയിൽ. അധസ്ഥിത വിഭാഗക്കാരുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച ശ്രീ കുമാരഗുരുദേവൻ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1-ാം ലോക യുദ്ധകാലത്ത് ശ്രീ കുമാരഗുരുദേവൻ്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സ്ഥലം മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക്. യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം സമാധാനം, ലോകത്തിന് സമാധാനം. വാഗ്ഭടാനന്ദൻ. മലബാറിൽ സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ്. അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകി. തോൽവിറക് സമരം നടന്ന സ്ഥലം ചിമേനി, കാസർഗോഡ്. മേച്ചിൽപുല്ല് സമരം നടന്ന സ്ഥലം കണ്ടകൈ ഗ്രാമം, കണ്ണൂർ. മേച്ചിൽപുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിത കണ്ടകൈ കുഞ്ഞക്കാമ. നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് വി.ഡി. ഭട്ടതിരിപ്പാടും എം.ആർ. ഭട്ടതിരിപ്പാടും. നമ്പൂതിരി സ്ത്രീകളുടെ പരിതാപകരമായ അവസ്ഥ പൊതുസമൂഹത്തിൽ തുറന്നുകാട്ടിയ നാടകങ്ങളാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ഡി. ഭട്ടതിരിപ്പാടിൻ്റെത്, ഋതുമതി പ്രേംജിയുടേത്. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തക്കാരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് ആര്യാപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനൻ നിമംഗലം. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ സുപ്രധാന പങ്കുവഹിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാർ. ജാതിമത ചിന്തകൾക്ക് അതീതമായ എല്ലാ വിഭാഗം കുട്ടികൾക്കും ക്രിസ്ത്യൻ മിഷണറിയുടെ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു. കേരളത്തിൽ പ്രവർത്തിച്ച പ്രധാന മിഷണറി സംഘടനകളാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. കേരളത്തിലെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പുത്തനുണർവ് സൃഷ്ടിച്ച മറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ, സനാഉള്ള സയ്യിദ് മക്തി തങ്ങൾ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി സ്വാമി വിവേകാനന്ദൻ. താങ്ക് യു.